ഹായ് എവരിവൻ, വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലായനികളാണ്, സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. ലായനി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലീനവും ലായകവും കൂടി ചേർന്നതാണ് ലായനി. അതായത് സൊല്യൂട്ടും സോൾവൻറ്റും കൂടി ചേർന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലായനിയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ലായകവും ലീനവും. ലായകം എന്ന് വെച്ചാൽ സോൾവൻറ്റ്, ലീനം സൊല്യൂട്ട്. ഇനി ഈ ലീനം സൊല്യൂട്ട് കുറഞ്ഞ അളവിലുള്ളത്, അതായത് കുറഞ്ഞ അളവിലുള്ള ഘടകം സൊല്യൂട്ടായും കൂടിയ അളവിലുള്ള ഘടകം സോൾവെൻ്റായും അറിയപ്പെടുന്നു. സൊല്യൂഷനിൽ കുറഞ്ഞ അളവിൽ സൊല്യൂട്ടും കൂടിയ അളവിൽ സോൾവെൻറ്റുമാണ് ഉണ്ടായിരിക്കുക. ഇനി ജലീയ ലായനികളിൽ ജലമായിരിക്കും ലായകം. ജലീയ ലായനിയിൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് ജലമായിരിക്കും. അപ്പോൾ ലായനി എന്ന് വെച്ചാൽ എന്താണ്? ലീനവും ലായകവും കൂടി ചേർന്നതാണ് ലായനികൾ എന്ന് പറയുന്നത്. അപ്പം ഏറ്റവും കൂടിയ അളവിൽ സോൾവെൻറ്റും കുറഞ്ഞ അളവിൽ സൊല്യൂട്ടും. സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ ലായകവും, സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ലീനവുമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ ലായകം ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണോ അതേ ഫിസിക്കൽ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മുടെ ലായനിയും ഉണ്ടായിരിക്കുക, സൊല്യൂഷനും ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോൾട്ട് വാട്ടർ, ഉപ്പ് വെള്ളത്തിൻ്റെ കേസ് എടുക്കുക, ഉപ്പ് ലായനിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഉപ്പ് ലായനിയിൽ സൊല്യൂട്ട് കുറഞ്ഞ അളവിലുള്ളത് ഉപ്പാണ്, സൊല്യൂട്ടാണ്. സൊല്യൂട്ട് എന്തവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. എന്നാൽ സോൾവെൻറ്റ് ദ്രാവകാവസ്ഥയിലാണ്, വാട്ടറാണ് ദ്രാവകാവസ്ഥയിലാണ്. ആ പറയുന്ന സൊല്യൂഷൻ, അതായത് ഉപ്പ് ലായനി എന്ന് പറയുന്നതും എന്തവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ നമ്മുടെ ലായകം സോൾവെൻറ്റ് ഏത് അവസ്ഥയിലാണോ, ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണോ അതേ ഫിസിക്കൽ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും നമ്മുടെ ലായനി, സൊല്യൂഷനും ഉണ്ടായിരിക്കുക. ഇനി പിച്ചളയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പിച്ചള എന്തൊക്കെ ചേർന്നതാണ്? സിങ്കും ചെമ്പും ചേർന്നതാണ്. അതിൽ സിങ്ക് അതായത് ഖരാവസ്ഥയിലുള്ള ലീനമാണ്. ചെമ്പും ഖരാവസ്ഥയിലാണ്, അത് ലായകമാണ്. നമ്മുടെ ലായനിയും ഖരാവസ്ഥയിൽ തന്നെയാണ്. നമ്മുടെ ലായകം അതായത് സോൾവെൻറ്റ് ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണോ ലായനിയുടെ ഭൗതിക സ്വഭാവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും? ലായകത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഭൗതിക സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. ഇനി സോഡ വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, സോഡ വാട്ടറിൽ എന്തൊക്കെയാണ്? അതൊരു സൊല്യൂഷനാണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നതാണ് സോഡ വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് വാതകാവസ്ഥയിലാണ്. ജലം എന്ന് വെച്ചാൽ ലായകം, സോൾവെൻറ്റ്, ലായകം ദ്രാവകാവസ്ഥയിലാണ്. നമ്മുടെ ലായനി സോഡ വാട്ടറും എന്തവസ്ഥയിലാണ്? ദ്രാവകാവസ്ഥയിലാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ലായനിയുടെ ഫിസിക്കൽ സ്വഭാവം എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ലായകത്തിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ, ഭൗതിക സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളത്. എന്താണ് ലായനി എന്ന് വെച്ചാൽ അത് എന്തൊക്കെ കൂടിച്ചേർന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലായനിയുടെ ഗാഢത, അതായത് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ അളവാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ, സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ ആ ലായനിയുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ അത് നേർത്ത ലായനി എന്ന് പറയും. ആ നേർത്ത ലായനിയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ലീനത്തിൻ്റെ അളവ് കുറവുള്ള ലായനി. ഒരു ലായനിയിൽ ലീനം സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനി, അതായത് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്നും, ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഗാഢലായനി, അതായത് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്നും പറയും. ഓർത്തിരിക്കണം കേട്ടോ. ലായനിയിൽ ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും തോത് തുല്യമായാൽ അത്തരം ലായനികളെ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നേർത്ത ലായനി, അതായത് ഹൈപ്പോട്ടോണിക് എന്നും, ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഹൈപ്പർടോണിക് ഗാഢലായനി എന്നും, രണ്ടിൻ്റെയും ലീനത്തിൻ്റെയും ലായകത്തിൻ്റെയും തോത് തുല്യമായാൽ ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നും പറയും. ഇനി ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാൻ ഉപയോഗിച്ച് വരുന്ന അളവുകൾ. ലായനിയുടെ ഗാഢത പ്രസ്താവിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന അളവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത് മാസ് പെർസെൻറ്റേജ്. ലായനിയിൽ സൊല്യൂട്ടിൻ്റെ അളവ് പ്രസ്താവിക്കാനായിട്ട് മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ
ഓക്കെ, മാസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലായനിയിൽ ലയിച്ച് ചേരുന്ന ലീനത്തിൻ്റെ അളവ് ശതമാന രീതിയിൽ പ്രസ്താവിക്കുന്നതാണ് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിൻ്റെ മാസിനെ വെച്ചിട്ട് ലായനിയിൽ ലയിച്ച് ചേരുന്ന ലീനത്തിൻ്റെ അളവ് ശതമാന രീതിയിൽ പ്രസ്താവിക്കുന്നു. അതായത് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ സൊല്യൂട്ടിൻ്റെതായാലും സോൾവെൻറ്റിൻ്റെതായാലും മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100. മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് ഇക്വേഷൻ. അപ്പം 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം ലയിക്കുന്നു അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നതാണ് മാസ് പെർസെൻറ്റേജ്. 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിരിക്കുന്നു എന്നതാണ് മാസ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീനത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ്, സൊല്യൂഷൻ്റെ മാസ് ഇൻറ്റു 100. അതായത് 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ലീനത്തിന് പകരം ലായകവും കണ്ടുപിടിക്കാം, മാസ് പെർസെൻറ്റേജ് ഓഫ് സോൾവെൻറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ക്വസ്റ്റ്യൻ, അതായത് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻ ഈസ് പ്രിപ്പയർഡ് ബൈ ആഡിങ് 2 gram of NaCl to 18 gram of water. ഫൈൻഡ് ദി മാസ് പെർസെൻറ്റേജ് ഓഫ് NaCl. സോഡിയം ക്ലോറൈഡിൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. 2 ഗ്രാം സോഡിയം ക്ലോറൈഡ് 18 ഗ്രാം വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ച് നമ്മളൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. അതിൽ NaClൻ്റെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അവിടെ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 2 gram of NaCl. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. ഇനി മാസ് ഓഫ് സൊല്യൂഷൻ ആണ് അവിടെ വേണ്ടത്. ഇവിടെ 18 gram ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ആണ് 18 gram. സോൾവെൻറ്റും സൊല്യൂട്ടും കൂടി ചേർന്നതാണ് സൊല്യൂഷൻ. സോ സൊല്യൂഷൻ്റെ ടോട്ടൽ മാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സൊല്യൂട്ടിൻ്റെ മാസായ 2 ഗ്രാമും സോൾവെൻറ്റിൻ്റെ മാസായ 18 ഗ്രാമും കൂടി ആഡ് ചെയ്യണം. 2 + 18 gram, അതാണ് ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത്. സോ മാസ് ഓഫ് സൊല്യൂട്ട് 2 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ 18 + 2 20. 2/20 ഇൻറ്റു 100 എന്ന് വരും, അതായത് 10% എന്ന് വരും. മാസ് പെർസെൻറ്റേജ് ഓഫ് NaCl എന്ന് പറയുന്നത് എത്രയാണ്? 10% ആണ്. ഇങ്ങനെയാണ് മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ, ppm. ppmൻ്റെ കാര്യം പറയുമ്പോൾ ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം, അതായത് 1 million പാർട്സ് പെർ മില്യണിൻ്റെ ടേംസിൽ പറയുന്നത് കൊണ്ട് തന്നെ ദശലക്ഷം, 1 million, അത് 10ൻ്റെ പവറിൽ പറയുമ്പം 10⁶ ആയിട്ട് വരും. ഓക്കെ, 1 million ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം, സൊല്യൂട്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ppm, പാർട്സ് പെർ മില്യൺ. അതായത് ഒരു നിശ്ചിത മാസ് ലായനിയെ, ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂഷനെ 1 million ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിൽ എത്ര ഭാഗമാണ് ലീനം എന്ന് സൂചിപ്പിക്കുന്നതാണ് ppm. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ സാന്നിധ്യം പ്രസ്താവിക്കാനാണ് നമ്മൾ ppm യൂസ് ചെയ്യുന്നത്. അതായത് സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിട്ടുള്ള കണ്ടീഷൻസിലാണ് നമ്മൾ ppm യൂസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ അളവിൽ ലീനത്തിൻ്റെ സാന്നിധ്യം പ്രസ്താവിക്കാനാണ് ppm യൂസ് ചെയ്യുന്നത്. ഇനി ppmൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶, 1 million. ഓക്കെ, ഒരു നിശ്ചിത മാസ് ലായനിയെ ദശലക്ഷം ഭാഗങ്ങളാക്കിയാൽ അതിലെത്ര ഭാഗമാണ് ലീനമെന്ന് കണ്ടുപിടിക്കുന്നതാണ് ppm എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് ഓർത്തിരിക്കണം, നമ്മുടെ കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ്, അത് നമ്മുടെ CRTയുടെ ടെക്സ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് എന്ന് പറയുന്നത് 4 ppm ആണ്. ഓർത്തിരിക്കുക കേട്ടോ, 4 ppm ആണ് ക്ലോറിൻ്റെ അളവ്. ഇനി നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. കാൽക്കുലേറ്റ് ppm ഓഫ് 0.020 gram ഓഫ് NaCl ഇൻ 4000 gram സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 10⁻⁶ ആണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ദ ppm ഓഫ് 0.020 gram ഓഫ് NaCl. അപ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് കിട്ടി 0.020 gram ഇൻ 4000 gram സൊല്യൂഷൻ. അവിടെ സൊല്യൂഷൻ്റെ മാസ് തന്നെയാണ് ഡയറക്റ്റ്
തന്നിട്ടുള്ളത്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനിൽ ഇടാം ഇൻറ്റു 10⁻⁶. അത് ചെയ്യുമ്പോൾ 0.005 ഇൻറ്റു 10⁻³ എന്ന് വരും. അതായത് 5 ഇൻറ്റു 10⁻⁶ എന്ന് വരും. ദാറ്റ് ഈസ് 5 ppm. ഓക്കെ, ഇങ്ങനെയാണ് ppm കണ്ടുപിടിക്കുന്നത്, പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കുന്നത്. അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് വോളിയം പെർസെൻറ്റേജ്. നമ്മുടെ ടെക്സ്റ്റിൽ ഇതിൻ്റെ എല്ലാം ഹെഡിങ്ങും അതായത് പേര് മാത്രമേ കൊടുത്തു പോയിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് അതിനൊരു ക്വസ്റ്റ്യനും കൂടി തന്ന് കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അഥവാ ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇക്വേഷനും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് പറയാണ് വോളിയം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് മാസ് പെർസെൻറ്റേജ് പോലെ തന്നെ. മാസ് പെർസെൻറ്റേജിൽ നമ്മൾ മാസ്സാണ് കണ്ടുപിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ വോളിയം പെർസെൻറ്റേജിൽ എത്ര പെർസെൻറ്റേജ് വോളിയം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ആ ഒരു സൊല്യൂഷനിൽ വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. മാസ് പെർസെൻറ്റേജിൽ മാസിനെ മാറ്റി പകരം വോളിയം വയ്ക്കുക, അത്ര വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു സൊല്യൂഷനിൽ എത്ര പെർസെൻറ്റേജ് വോളിയം, സൊല്യൂട്ട് എത്ര പെർസെൻറ്റേജ് വോളിയത്തിലുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതാണ് വോളിയം പെർസെൻറ്റേജ്. വോളിയം ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ഇനി അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വോളിയം പെർസെൻറ്റേജ് ഓഫ് എ സൊല്യൂഷൻ മേഡ് ഫ്രം 60 ml of water with 2.5 ml of pure acetic acid added. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട്, വോളിയം പെർസെൻറ്റേജിൻ്റെ, സൊല്യൂട്ടിൻ്റെ വോളിയം പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 2.5 ml അസറ്റിക് ആസിഡ് എന്ന് തന്നിട്ടുണ്ട്. സോ 2.5 അതാണ് സൊല്യൂട്ടിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സൊല്യൂട്ടിൻ്റെത് 2.5 എന്ന് തന്നിട്ടുണ്ട്, വാട്ടർ സോൾവെൻറ്റിൻ്റെതാണ് 60 ml എന്ന് തന്നേക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന സൊല്യൂഷൻ്റെത് എന്ത് ചെയ്യണം? ആ 60ൻ്റെ കൂടെ 2.5 ആഡ് ചെയ്ത് വരണം. അതായത് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും കൂടി ആഡ് ചെയ്ത് വന്നാലേ സൊല്യൂഷൻ്റെ വോളിയം ആവുള്ളൂ. സോ 2.5 ഡിവൈഡഡ് ബൈ 60 + 2.5 ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 4% എന്ന് കിട്ടും. അതായത് അസറ്റിക് ആസിഡിൻ്റെ വോളിയം ആ സൊല്യൂഷനിൽ എത്രയാണ്? 4%. ഓക്കെ, ഇതാണ് വോളിയം പെർസെൻറ്റേജ്. അടുത്തൊരു ടേം മൊളാരിറ്റി. മൊളാരിറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇവിടെ ഇക്വേഷനും ഒരു ക്വസ്റ്റ്യനും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. മൊളാരിറ്റി എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷനിൽ ഉള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് ആ വോളിയം, അതായത് ഒരു ലിറ്ററിൽ, ആ ലിറ്റർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മൊളാരിറ്റി എന്ന് പറയുന്നത്. മൊളാരിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ M വെച്ചിട്ടാണ്. അതിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ഇനി ഫൈൻഡ് മൊളാരിറ്റി ഓഫ് 40 gram NaOH ഡിസോൾവ്ഡ് ഇൻ 250 ml സൊല്യൂഷൻ. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദി മൊളാരിറ്റി ഓഫ് 40 gram NaOH. NaOHൻ്റെ മൊളാരിറ്റി വേണം കണ്ടുപിടിക്കാൻ. എങ്ങനെ? ഡിസോൾവ്ഡ് ഇൻ 250 ml സൊല്യൂഷൻ. അപ്പോൾ ഓർക്കുക, സൊല്യൂഷൻ നമ്മൾ വോളിയം പറയുമ്പോൾ എപ്പോഴും എന്തിലാണ് പറയണം? ലിറ്ററിൽ പറയണം. ദെൻ മൊളാരിറ്റിയുടെ ഇക്വേഷൻ അറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അതായത് ക്യാപിറ്റൽ M ഇസ് ഈക്വൽ ടു ആ സ്മോൾ n എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ്, ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ. ഇവിടെ പറയുമ്പോൾ സ്മോൾ n നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് സ്മോൾ n ഇസ് ഈക്വൽ ടു NaOHൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. NaOHൽ സോഡിയത്തിൻ്റെത് NAയുടെ എത്രയാണ്? 23 ആണ്. ഓക്സിജൻ്റെത് എത്രയാണ്? 16 ആണ്. ഹൈഡ്രജൻ്റെത് 1 ആണ്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇക്വലൻറ്റ് മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതായത് 40 gram NaOH ആണ്
40 ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ് എത്ര കിട്ടി? 40 എന്ന് കിട്ടി. അതാണ് നമ്പർ ഓഫ് മോൾസ്, സ്മോൾ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് സ്മോൾ എൻ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത്. ഗിവൻ മാസ് 40 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ മോളാർ മാസ് കണ്ടുപിടിച്ചു. NaOHന്റെ മോളാർ മാസ് എത്ര കിട്ടി? അതും നമുക്ക് 40 എന്ന് കിട്ടി. സോ സ്മോൾ എൻ എന്ന് വെച്ചത് ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഗിവൻ മാസ് 40, മോളാർ മാസും 40 ബൈ 40 N1 എന്ന് കിട്ടും. അപ്പോൾ സ്മോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, സ്മോൾ എൻ ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്രയാണ്? അവർ 250 ml എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനെ ലിറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? 250 ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. 1000 ലിറ്റർ, അതായത് നമുക്ക് എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. അതായത് 1/4 ദാറ്റ് ഈസ് 4 മോളാർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി പറയാം. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇതാണ് സ്മോൾ എൻ. ആ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നത് ഗിവൻ മാസ്, തന്നിരിക്കുന്ന മാസ്, സൊല്യൂട്ടിൻ്റെ ഗിവൻ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന മാസ്, ഗിവൻ മാസ് എന്ന് പറയുന്നത് 40 ആണ്. ഗിവൻ മാസ് 40 ആണ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ്, NaOHന്റെ മോളാർ മാസ് എത്രയാണ്? സോഡിയത്തിൻ്റെത് 23 ആണ്, പ്ലസ് ഓക്സിജൻ്റെത് 16 ആണ്, പ്ലസ് ഹൈഡ്രജൻ്റെത് 1 ആണ്. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 40 എന്ന് കിട്ടും, 40 എന്ന് കിട്ടും. അപ്പോൾ ഗിവൻ മാസും മോളാർ മാസും 40 തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടി. 1 ഡിവൈഡഡ് ബൈ, ഇനി ലിറ്റർ 250 ml കൊടുത്തേക്കുന്നത്. 250 ml ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. നമുക്കത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/4 എന്ന് കിട്ടും. അതായത് 1/4. ഇനി ഇതിന് എന്ത് ചെയ്താൽ മതി? 1 ഇൻറ്റു 4/1 എന്നല്ലേ ഇത്? എന്ന് വെച്ചാൽ എത്രയാണ്? 4 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, വോളിയം ഇൻ ലിറ്റർ. മൊളാരിറ്റിയിൽ വോളിയം ഇൻ ലിറ്റർ ആണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. ഇനി അടുത്ത കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് എന്താണ്? മൊളാരിറ്റി കഴിഞ്ഞാൽ അടുത്ത കോൺസെൻട്രേഷൻ ടേം മൊളാലിറ്റിയാണ്. LITY. മൊളാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്മോൾ എം ആണ് കേട്ടോ. മൊളാലിറ്റി സ്മോൾ എം വെച്ചിട്ട്, മറ്റേത് നമ്മൾ ക്യാപിറ്റൽ എം ആയിരുന്നു. മൊളാലിറ്റി എന്ന് പറയുമ്പം സ്മോൾ എം വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മറ്റേതിൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ ലിറ്റർ, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആയിരുന്നു. ഇതിൽ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. മൊളാലിറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോൾവെൻറ്റിൻ്റെ മാസ് ഇൻ കിലോഗ്രാമിലാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ മൊളാലിറ്റിയിൽ എന്തായിരുന്നു? വോളിയം ഇൻ ലിറ്ററിലായിരുന്നു, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്ററിലായിരുന്നു. ഇത് മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, അതാണ് മൊളാലിറ്റി. M is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫൈൻഡ് ദി മൊളാലിറ്റി ഓഫ് 20 gram ഓഫ് NaOH ഡിസോൾവ്ഡ് ഇൻ 100 gram സൊല്യൂഷൻ. ഫൈൻഡ് ദി മൊളാലിറ്റി ഓഫ് 20 gram NaOH dissolved in 100 gram solution. Small m is equal to n. Small n ആണ്. Small n divided by m, mass in kilogram, mass of solvent in kilogram. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ്, സ്മോൾ എൻ എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്മൾ നേരത്തെ NaOHൻ്റെത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. മോളാർ മാസ് എത്രയാണ്? 40 ആണ്. അപ്പോൾ സ്മോൾ എൻ എങ്ങനെ കണ്ടുപിടിക്കാം? സ്മോൾ എൻ എന്ന് വെച്ചാൽ എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അതിൽ ഗിവൺ മാസ് എത്രയാണ്? 20 gram. അതായത് 20 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. NaOHൻ്റെ മോളാർ മാസ് എത്രയാണ്? 40 ആണ്. 20/40. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 1/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 0.2
5 എന്ന് എഴുതാം. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. അതൊക്കെയാണേ. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ അവർ മാസ് ഓഫ് സൊല്യൂട്ട് എത്ര തന്നിട്ടുണ്ട്? 20 gram എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഡിസോൾഡ് ഇൻ 100 gram സൊല്യൂഷൻ. 100 gram സൊല്യൂഷൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 100 gram സൊല്യൂഷനിൽ 20 gram സൊല്യൂട്ട് ഉണ്ടെങ്കിൽ ബാക്കി എത്ര സോൾവെൻ്റ് ഉണ്ടായിരിക്കും? 80 gram സോൾവെൻ്റ് അല്ലേ ഉണ്ടായിരിക്കുക. നമുക്കിവിടെ വേണ്ടത് എന്താണ്? മാസ് ഓഫ് സോൾവെൻ്റ് അല്ലേ. അപ്പോൾ 100 gram സൊല്യൂഷനിൽ 20 gram സൊല്യൂട്ട് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 80 gram സോൾവെൻ്റ് അല്ലേ ഉണ്ടായിരിക്കുക ബാക്കി. അപ്പോൾ മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 80 gram എന്ന് കിട്ടും. ഇനി 80 ഗ്രാമിന് എന്താക്കണം? കിലോഗ്രാം ആക്കണം. ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പോൾ നമുക്ക് n നേരത്തെ എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ഇവിടെ 80 ഡിവൈഡഡ് ബൈ 1000 എന്ന് വരും. ഒന്നെങ്കിൽ നമുക്ക് 50/8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.08 എന്ന് എഴുതാം. ഇവിടെ 0.08 എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എത്ര എന്ന് വരും? 6.225 എന്ന് വരും. 6.25 ക്യാപിറ്റൽ M മോളാൽ. ക്ലിയർ ആണല്ലോ? n is equal to 0.5 എന്ന് കിട്ടി. n നമുക്ക് എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. ഈ 0.5 എങ്ങനെ കിട്ടി? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 20 ആണ്, മോളാർ മാസ് 40 ആണ്. അപ്പോൾ 20/40 0.5 എന്ന് കിട്ടി. ഇനി മാസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെത് 100 ആണ്, സൊല്യൂട്ടിൻ്റെത് 20 ആണ്. രണ്ടും കൂടി മൈനസ് ചെയ്താൽ സോൾവെൻറ്റിൻ്റെ കിട്ടും. മാസ് ഓഫ് സോൾവെൻറ്റ് എത്ര എന്ന് കിട്ടി? 80 gram എന്ന് കിട്ടി. 80 ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ ഡിവൈഡഡ് ബൈ 1000 ചെയ്തു, കിലോഗ്രാം ആക്കി. അതായത് 0.08 എന്ന് കിട്ടി. എന്നിട്ട് 0.5 ഡിവൈഡഡ് ബൈ 0.08 ഇതിനെ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 6.25 മോളാൽ എന്ന് കിട്ടും. ഇതാണ് ആൻസർ കേട്ടോ. ഇങ്ങനെയാണ് മൊളാലിറ്റി കണ്ടുപിടിക്കുന്നത്. അടുത്ത കോൺസെൻട്രേഷൻ ടേം ആണ് നോർമാലിറ്റി. നോർമാലിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. നോർമാലിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ N വെച്ചിട്ടാണ്. നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതിൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഓർത്തിരിക്കുക, നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. ഇനി if 49 gram of H2SO4 is present in 500 ml solution, find normality. 49 gram H2SO4 500 ml സൊല്യൂഷനിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇനി നോർമാലിറ്റി കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതിൽ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണെന്ന് പറഞ്ഞു. ഇനി ആ ഇക്വലൻ്റ് മാസ് കണ്ടുപിടിക്കാനായിട്ട് ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയ്റ്റ് ബൈ N ഫാക്ടർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണെന്ന്. ആ ഗിവൺ മാസ് എന്ന് പറയുന്നത് മോളിക്കുലാർ വെയ്റ്റ് ബൈ N ഫാക്ടർ. ഇവിടെ N ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഇത് വരാൻ കാരണം H2SO4 നമുക്ക് അവൈലബിൾ ആയിട്ട് 2 ഹൈഡ്രജൻ ഉണ്ട്. ഈ N ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു മോളിക്യൂളിന് എത്ര ഹൈഡ്രജനെ തരാൻ പറ്റും എന്നുള്ളതാണ് N ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗിവൺ മാസ് എന്ന് പറയുന്നത് 49 ആണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്, അതായത് ഗ്രാം ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത് മോളിക്കുലർ വെയിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് H2SO4 അല്ലേ? H2SO4. അതിൽ ഹൈഡ്രജൻ്റെ 2, സൾഫറിൻ്റെ 32.
ഓക്സിജൻ 4 എണ്ണം ഉണ്ട്. സോ 64 എല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 98 എന്ന് കിട്ടും. ഈ 98 ഡിവൈഡഡ് ബൈ അവിടെ ഒരു എൻ ഫാക്ടർ വരും. എൻ ഫാക്ടർ എന്ന് വെച്ചാൽ എന്താണ്? എത്ര ഹൈഡ്രജനെ തരാൻ പറ്റും എന്നുള്ളതാണ് എൻ ഫാക്ടർ. ഇവിടെ സൾഫ്യൂരിക് ആസിഡിന് എത്ര ഹൈഡ്രജനെ കൊടുക്കാൻ പറ്റും? 2 ഹൈഡ്രജനെ കൊടുക്കാൻ പറ്റും. സോ എൻ ഫാക്ടർ ഉണ്ട്. ഇതിനെ ഡിവൈഡ് ചെയ്യണം. 98 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടും? 49 എന്ന് കിട്ടും. ഈ 49 ആണ് അതിൻ്റെ ഇക്വലന്റ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ആണ്. ഇക്വലന്റ് മാസ് 49 ആണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിവൺ മാസും അവരെത്രയാണ് തന്നേക്കുന്നത്? 49 ആണ് തന്നേക്കുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്നത് 49 ഡിവൈഡഡ് ബൈ 49 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടെ 500 ml ആണ് തന്നേക്കുന്നത്. അതിനെന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിലോട്ട് കിട്ടും? ലിറ്ററിലോട്ട് കിട്ടും. അതായത് 1 ഡിവൈഡഡ് ബൈ 1/2 എന്ന് വരും. ഇതിന് നമുക്ക് എന്തെന്ന് കിട്ടും? 2 നോർമൽ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നോർമാലിറ്റി കണ്ടുപിടിക്കുന്നത്. ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻ ഫാക്ടറിൻ്റെ കാര്യമാണ്. അവൈലബിൾ ആയിട്ട് ഹൈഡ്രജനെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വലൻ്റ് മാസിൽ നിന്ന് ആ ഒരു എൻ ഫാക്ടറിന് ഡിവൈഡ് ചെയ്യുന്നതാണ്, മോളിക്കുലാർ വെയിറ്റിൽ നിന്ന് അതിൻ്റെ ഒരു എൻ ഫാക്ടറിന് ഡിവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറയുന്നത്. ആ ഇക്വലൻ്റ് മാസ് കിട്ടിക്കഴിഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ്, അതാണ് എൻ എന്ന് പറയുന്നത്, വിച്ച് ഡിവൈഡഡ് ബൈ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്നതാണ് ആ സൊല്യൂട്ടിൻ്റെ നോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 നോർമലിനാണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ ടേംസ്, സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ ടേംസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഹെഡിങ്ങുകളും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻസും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തൊരു ഡെഫിനിഷനാണ് പൂരിത ലായനി, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളത്. അതായത് നമുക്കൊരു ലായനി സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂട്ടിനെ നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കും. സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിച്ച് എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുക്കുകയാണ്, അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളിങ്ങനെ ഡിസോൾവ് ചെയ്യിക്കുകയാണ്. ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ നമ്മൾ ഇടുന്ന ആ ഒരു സൊല്യൂട്ട് ആ ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കും. എന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ആ ഒരു എത്ര നമ്മൾ ഉപ്പിട്ടാലും അതെന്താവില്ല, ആ സൊല്യൂഷനിൽ ഡിസോൾവ് ആവാതെ കിടക്കും. അങ്ങനെ ഒരു കണ്ടീഷൻ വരും. ഓക്കെ, അപ്പോൾ എന്താണ് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അതായത് ആ ഒരു സൊല്യൂട്ട് മാക്സിമം അതിൽ ലയിച്ച് ചേർന്നാൽ കിട്ടുന്നതാണ് പൂരിത ലായനി. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ സൊല്യൂട്ടിനെ അതിനകത്ത് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അതിനപ്പുറത്തേക്ക് നമുക്ക് ആ സൊല്യൂട്ടിനെ ആ പറയുന്ന ലായനിയിൽ ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കില്ല. അപ്പോൾ പൂരിത ലായനി ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപേ ഉള്ള അവസ്ഥയിൽ ആ ലായനിയെ നമ്മൾ എന്തെന്ന് പറയും? അപൂരിത ലായനി എന്ന് പറയും. തൊട്ട് ഫ്രണ്ടിലൊരു ആ വന്നാലും മതി. പൂരിത ലായനി എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്നതാണ് പൂരിത ലായനി. അതിന് തൊട്ട് മുന്നേലുള്ള അവസ്ഥയിൽ ആ ലായനി എന്തെന്ന് പറയും? അപൂരിത ലായനി എന്ന് പറയും. ഓക്കെ, ഇനി ഈ അപൂരിത ലായനിക്ക് വീണ്ടും ലീനത്തെ, അതായത് സൊല്യൂട്ടിനെ ലയിപ്പിക്കാൻ കഴിയും. അങ്ങനെ സൊല്യൂട്ടിനെ ലയിപ്പിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പൂരിത ലായനി, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടുക. ഇനി ഒരു നിശ്ചിത, ഇത് ഓർത്തിരിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 100 ഗ്രാം ലായകമുണ്ട്, 100 ഗ്രാം സോൾവെൻ്റ് ഉണ്ട്. അതിനെനിക്ക് എത്ര ഗ്രാം സൊല്യൂട്ട് ഇട്ടാൽ, എത്ര ഗ്രാം ലീനം ഇട്ടാൽ അതിനെ പൂരിതമാക്കാൻ, സാച്ചുറേറ്റഡ് ആക്കാൻ സാധിക്കും? ആ ഗ്രാം ഓഫ് സൊല്യൂട്ട്, ആ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ സൊല്യൂട്ടിൻ്റെ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ
100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ സോലുബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്ത 2 ഫാക്ടേഴ്സാണ് ആ ലീനത്തിൻ്റെ സ്വഭാവവും താപനിലയും. ഓർത്തിരിക്കണം, ആ ലീനത്തിൻ്റെ സ്വഭാവവും താപനിലയും അതിൻ്റെ സോലുബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ സോലുബിലിറ്റി എന്താണ്? 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ എത്ര ലീനം വേണമോ ആ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവിനെയാണ് നമ്മൾ ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ലീനത്തിൻ്റെ സ്വഭാവവും താപനിലയും സോലുബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ഇനി അതിപൂരിത ലായനി. അപ്പോൾ നമ്മൾ പൂരിത ലായനിയും പറഞ്ഞു, അപൂരിത ലായനിയും പറഞ്ഞു. ഇനി അതിപൂരിത ലായനി, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? പൂരിതമാക്കാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയുന്നു. നമുക്ക് പൂരിതമാക്കാൻ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് വേണമെന്ന് നമ്മൾ പഠിച്ചു. അതിനേക്കാളും ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അപൂരിത ലായനി. അപ്പോൾ എങ്ങനെയാണ് അതിനേക്കാളും ലീനം അതിൽ ലയിക്കുക? ലീനം ലയിക്കാത്ത അവസ്ഥയിലാണല്ലോ നമ്മൾ പൂരിതമാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ഒരു എനർജി കൊടുത്തിട്ട് ആ ലായനിയിൽ ആ ഒരു സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കേണ്ടി വരും. അങ്ങനെ ഡിസോൾവ് ചെയ്യിച്ച് കിട്ടുന്നതാണ് അതിപൂരിത ലായനി. നമ്മൾ എക്സ്റ്റേണലായിട്ട് എനർജി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ചൂടാക്കണം. ഉപ്പുവെള്ളം നമ്മൾ ഒരു പരിധിയിൽ കഴിഞ്ഞാൽ ഉപ്പ് ലയിക്കില്ല പറഞ്ഞു. പക്ഷെ നമ്മൾ അതിനെ ഒന്ന് ചൂടാക്കി നോക്കിയേ, എക്സ്റ്റേണലായിട്ട് കുറച്ച് എനർജി കൊടുത്തു നോക്കിയേ, കുറച്ചും കൂടി സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ആവും. അങ്ങനെ ഡിസോൾവ് ആയതിന് ശേഷം കിട്ടുന്നതാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. അത് ലയിക്കാത്ത ലീനത്തെ ചൂടാക്കിയാൽ അത് ലയിക്കും. അങ്ങനെ കിട്ടുന്നതാണ് അതിപൂരിത ലായനി. അപ്പോൾ പൂരിതമാക്കാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയെയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സോലുബിലിറ്റിയുടെ വാല്യൂസ് ആണ് കൊടുത്തേക്കുന്നത് ലേയത്വത്തിൻ്റെ. അതായത് ഓരോ ലവണത്തിനും ഇത്ര, നമ്മൾ നേരത്തെ പറഞ്ഞു ലേയത്വം എന്താണ്? 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ലേയത്വം. അപ്പം ഇവിടെ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ സോഡിയം ക്ലോറൈഡിന് 36.1 ഗ്രാം സോഡിയം ക്ലോറൈഡ് മതി 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ. അങ്ങനെയുള്ള അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ഇത് ചോദിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 30 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലുള്ള പദാർത്ഥങ്ങളുടെ ലേയത്വമാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. 30 ഡിഗ്രി സെൽഷ്യസിൽ ചില പദാർത്ഥങ്ങളുടെ ലേയത്വമാണ് ഈ ടേബിളിൽ കൊടുത്തേക്കുന്നത്. അതിൽ സോഡിയം ക്ലോറൈഡിൻ്റെത് 36.1, പൊട്ടാസ്യം നൈട്രേറ്റ് ആണെങ്കിലോ 48 ഗ്രാം വേണം. ദെൻ പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ 37.2, കോപ്പർ സൾഫേറ്റ് 37.8, സോഡിയം നൈട്രേറ്റ് 87.6, കാൽഷ്യം ക്ലോറൈഡ് 100, കാൽഷ്യം സൾഫേറ്റ് 0.264, അമോണിയം ക്ലോറൈഡ് 41.4. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത്, നമ്മൾ നേരത്തെ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതായത് ഈ ടേബിളിനെ നിങ്ങൾ അത്ര വലിയ സീരിയസ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി ഇതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഏതാണെന്നൊന്ന് ഓർത്തിരിക്കുക. താപനില കൂടുന്നതനുസരിച്ച് ലേയത്വം, സാധാരണ താപനില കൂടുമ്പോൾ ലേയത്വം കൂടുകയാണല്ലോ ചെയ്യുക. പക്ഷേ താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ കാൽഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ. കാൽഷ്യം സൾഫേറ്റിൻ്റെ താപനില കൂടുന്നതിനനുസരിച്ച് ലേയത്വം കുറയും. താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഏതാണ്? കാൽഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, ഇനി മിശ്രിതങ്ങളുടെ വർഗീകരണം. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത് എങ്കിൽ അവയെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ, മിശ്രിതം എന്താണ്, ഒരു പദാർത്ഥം അല്ലെങ്കിൽ എന്താണ് ഒരു മിശ്രിതം, അതായത് ഒരു പദാർത്ഥം, എൻ്റെ കയ്യിലൊരു പദാർത്ഥമുണ്ട്. ആ പദാർത്ഥത്തിനെ ഞാൻ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ അതൊരു മിശ്രിതമായിരിക്കും, അല്ലെങ്കിൽ അതൊരു ശുദ്ധ പദാർത്ഥമായിരിക്കും. അപ്പോൾ മിശ്രിതം എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധപദാർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ശുദ്ധപദാർത്ഥം ആ പേരിൽ പറയുന്ന പോലെ തന്നെ അതിലെന്തേ ഉണ്ടാവുള്ളൂ? ഒരേ തരം തന്മാത്രകളെ ഉണ്ടാവുള്ളൂ. എന്നാൽ മിശ്രിതത്തിലോ വ്യത്യസ്ത തരം തന്മാത്രകൾ ഉണ്ടായിരിക്കും. ആ മിശ്രിതത്തിനെ തന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. അതായത് ഏകാത്മക മിശ്രിതങ്ങളും ഭിന്നാത്മക മിശ്രിതങ്ങളും.
അപ്പോൾ എന്താണ് ഏകാത്മക മിശ്രിതം? ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത് എങ്കിൽ അവയെ എന്തെന്ന് പറയും? ഏകാത്മക മിശ്രിതം എന്ന് പറയും. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. എക്സാമ്പിൾ, ഇപ്പോൾ സോൾട്ട് വാട്ടർ തന്നെ എടുക്കുകയാണ്, ഉപ്പ് വെള്ളം തന്നെ എടുക്കുകയാണ്. ആ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വച്ചേക്കണം, അതൊരു മിശ്രിതമാണ്. ഓക്കെ, ആ മിശ്രിതത്തിൽ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഏത് പോർഷൻ എടുത്താലും ഏത് ഭാഗം എടുത്താലും അവിടെ ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയും അനുപാതം സെയിം അല്ലേ? അങ്ങനെയുള്ളവയാണ് ഏകാത്മക മിശ്രിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, എല്ലാ സൊല്യൂഷൻസും എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗത്തും അതിൻ്റെ ഘടകങ്ങൾ ഒരേ അനുപാതത്തിലാണ് ചേർന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവയെയാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ നേരത്തെ ഉപ്പുവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ പഞ്ചസാര ലായനി, നമ്മുടെ വായു എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നമ്മൾ ഏത് ഭാഗം എടുത്താലും അവിടെ ഘടകങ്ങളെല്ലാം ഒരേ അനുപാതത്തിലായിരിക്കും ചേർന്നിട്ടുണ്ടാവുക. ഇനി വേറൊരു കാര്യം, ഈ ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ ഈ മിശ്രിതങ്ങളിൽ അതിൻ്റെ ഘടകങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഹോമോജീനിയസ് മിക്സ്ചേഴ്സിൽ ആ ഘടകങ്ങളെ, കമ്പോണൻസിനെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഓക്കെ, ഇതാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഏകാത്മക മിശ്രിതമെന്ന് പറയുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഒരു മിശ്രിതത്തിലെ എല്ലാ ഭാഗത്തും ഘടകങ്ങൾ ഒരേ അനുപാതത്തിലല്ല ചേർന്നിരിക്കുന്നത് എങ്കിൽ അവയെ എന്തെന്ന് പറയും? ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചരലും മണലും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാണ്, അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ഉപ്പും മണലും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് നോക്കുകയാണെന്ന് അതിൽ ഓരോ ഭാഗത്തും ഘടകങ്ങൾ ഓരോ അനുപാതത്തിലായിരിക്കോ ചേർന്നിട്ടുണ്ടാവുക? അല്ല, വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളവയാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ചെളിവെള്ളത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ആ രണ്ടിൻ്റെയും കോമ്പോസിഷൻ അല്ലെങ്കിൽ ആ കമ്പോണൻസിൻ്റെ കോമ്പോസിഷൻ ഒരേപോലെ ആയിരിക്കോ? ഒരേപോലെ ആയിരിക്കില്ല. അങ്ങനെയുള്ളവയാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള മിക്സ്ചേഴ്സിൽ, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിൽ അതിലെ കമ്പോണൻസിനെ, ഘടകങ്ങളെ എന്ത് ചെയ്യാൻ സാധിക്കും? നഗ്നനേത്രങ്ങൾ കൊണ്ട് വേർതിരിച്ചു കാണാൻ സാധിക്കും. ഉപ്പും മണലും നമുക്ക് ആ കമ്പോണൻസിനെ വേർതിരിച്ച് കാണാൻ സാധിക്കും. ചെളിവെള്ളമാണെങ്കിൽ അതിനെ നമുക്ക് ആ കമ്പോണൻസിനെ, ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ സാധിക്കും. ഇതാണ് ഏകാത്മക മിശ്രിതവും ഭിന്നാത്മക മിശ്രിതവും, ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സും. ഓക്കെ, ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ട്രൂ സൊല്യൂഷൻസ്, കൊളോയിഡ്സ്, സസ്പെൻഷൻ, മൂന്നിൻ്റെയും വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി, കൊളോയിഡ് സസ്പെൻഷൻ. ഇനി ഈ ട്രൂ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഉപ്പുവെള്ളം അതൊരു യഥാർത്ഥ ലായനിയാണ്. അതിൻ്റെ എല്ലാ ഭാഗത്തും കമ്പോസിഷൻസ്, ഓരോ അനുപാതം, ഘടകമൂലകങ്ങളുടെ അനുപാതം സെയിം ആണ്. ഇനി നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റും വാട്ടറും. കോപ്പർ സൾഫേറ്റ് വാട്ടറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലായനി, അതൊരു സൊല്യൂഷനായി കഴിഞ്ഞാൽ അതൊരു യഥാർത്ഥ ലായനിയാണ്. അതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും കോപ്പർ സൾഫേറ്റിൻ്റെയും വാട്ടറിൻ്റെയും അനുപാതം സെയിം ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ യഥാർത്ഥ ലായനിക്ക് എക്സാമ്പിളാണ് കോപ്പർ സൾഫേറ്റ് പ്ലസ് വാട്ടർ, അല്ലെങ്കിൽ ഉപ്പ് വെള്ളം, പഞ്ചസാര വെള്ളം. ഇതെല്ലാം യഥാർത്ഥ ലായനി അല്ലെങ്കിൽ ട്രൂ സൊല്യൂഷന് എക്സാമ്പിളാണ്. ഇനി ഓർത്തിരിക്കുക, യഥാർത്ഥ ലായനികളെല്ലാം ലായനികളാണ്. അതിൻ്റെ കോമ്പോസിഷൻസ് എല്ലാം എല്ലാ ഭാഗത്തും സെയിം ആണ്. ഇനി ലീനത്തിൻ്റെ വലിപ്പം വളരെ കുറവായതിനാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. യഥാർത്ഥ ലായനിയിൽ ലീനത്തിൻ്റെ, സൊല്യൂട്ടിൻ്റെ വലിപ്പം വളരെ കുറവായതിനാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഇനി ഇവയിൽ, അതായത് ട്രൂ സൊല്യൂഷനിൽ, യഥാർത്ഥ ലായനിയിൽ കണികകൾ അതിസൂക്ഷ്മങ്ങളായതിനാൽ അവ എന്തു ചെയ്യുന്നു? പ്രകാശത്തെ വിസരിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനാൽ അവയിൽ പ്രകാശപാത കാണാൻ സാധിക്കില്ല. ഓർത്തിരിക്കുക,
നമുക്കറിയാം ട്രൂ സൊല്യൂഷനിൽ സൊല്യൂട്ടിൻ്റെ അളവ്, കണികയുടെ അളവ്, സൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അതിസൂക്ഷ്മമാണ്. അതിനെന്ത് ചെയ്യാൻ സാധിക്കില്ല? പ്രകാശത്തെ വിസരിപ്പിക്കാൻ സാധിക്കില്ല, സ്കാറ്റർ ചെയ്യിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ പാത ആ ട്രൂ സൊല്യൂഷനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ട്രൂ സൊല്യൂഷനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി അതുപോലെ കൊളോയിഡിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാലും വെള്ളവും അതെന്താണ്? ഒരു കൊളോയിഡിന് എക്സാമ്പിളാണ്. ദെൻ മൂടൽമഞ്ഞ് അത് കൊളോയിഡിന് എക്സാമ്പിളാണ്. അതിലെന്താണ്? ലീനത്തിൻ്റെ വലിപ്പം നമ്മുടെ ട്രൂ സൊല്യൂഷനെക്കാട്ടിയും കുറച്ച് കൂടുതലാണ്. ട്രൂ സൊല്യൂട്ടിനെ കാട്ടിയും കുറച്ച് കൂടുതലാണ് കൊളോയിഡ്സിലെ സൊല്യൂട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതിനാൽ അവ എന്ത് ചെയ്യും? പ്രകാശത്തെ വിസരിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പ്രകാശപാത ദൃശ്യമാവുകയും ചെയ്യും. ദെൻ ഈ പാലും വെള്ളവും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പാല്, അതായത് അതിൻ്റെ കമ്പോണൻസിനെ വേർതിരിക്കാൻ സാധിക്കുമോ? വേർതിരിക്കാൻ സാധിക്കില്ല. സൈസ് കുറവാണ്, നമ്മുടെ ട്രൂ സൊല്യൂഷനെക്കാളും കുറച്ച് കൂടുതലാണ് എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? അതിൽ ആ സൊല്യൂട്ടിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റാനൊന്നും സാധിക്കില്ല. പക്ഷെ പ്രകാശപാത ദൃശ്യമാവും. ഓക്കെ. ഇനി അതുപോലെ സസ്പെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോക്ക് പൊടിയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതൊരു സസ്പെൻഷൻ എക്സാമ്പിളാണ്. ചെളിവെള്ളം അതൊരു സസ്പെൻഷൻ എക്സാമ്പിളാണ്. അവിടെ എന്താണ് പ്രത്യേകത? കൊളോയിഡ്സിൻ്റെ സൊല്യൂട്ടിനെ കാട്ടിയും കുറച്ചും കൂടിയും സൈസ് കൂടുതലാണ് സസ്പെൻഷൻ്റെ സൊല്യൂട്ടിൻ്റെ സൈസ്. അപ്പോൾ സൊല്യൂട്ടിൻ്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷൻ വളരെ കുറവ്, കൊളോയിഡ് കുറച്ചുകൂടി കൂടുതൽ, സസ്പെൻഷൻ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ. അപ്പോൾ ഇവയെ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ഇനി സസ്പെൻഷൻ കണികകളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. അവയിൽ പ്രകാശം പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഗുരുത്വാകർഷണം മൂലം എന്ത് ചെയ്യും? അവ ക്രമേണ അടിയുകയും ചെയ്യും. നമ്മളിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വച്ചിരുന്നാൽ എന്ത് ചെയ്യും? ആ കമ്പോണൻസ് അടിഞ്ഞുകൂടുന്നതായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ലായനിയേക്കാൾ വലിപ്പം കൂടിയ കണികയാണ് കൊളോയിഡ്സിനുള്ളത്. അതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പം കൂടിയ കണികയാണ് സസ്പെൻഷനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ട്രൂ സൊല്യൂഷനെ കുറിച്ചും കൊളോയിഡിനെ കുറിച്ചും സസ്പെൻഷനെ കുറിച്ചും പറയാനുള്ളത്. ഇനി ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോന്നിനും മിശ്രിതങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ട്രൂ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു അതൊരു ലായനിയാണ്. ലായനിയെക്കുറിച്ച് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യമാണ്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. അപ്പോൾ യഥാർത്ഥ ലായനി ഏകാത്മകമാണ്. എന്നാൽ കൊളോയിഡും സസ്പെൻഷനും ഹെട്രോജീനിയസ് ആണ്, ഭിന്നാത്മക മിശ്രിതങ്ങളാണ്. ഓർത്തിരിക്കണം കേട്ടോ. ഇനി കണികകളുടെ വലിപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലായനിയിൽ 0.0012 to 1 നാനോമീറ്റർ, അതായത് 1 നാനോമീറ്ററിനും താഴെയാണ് എന്തിൻ്റെ? കണികകളുടെ വലിപ്പം എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി കൊളോയിഡിൻ്റെത് 1 to 1000 നാനോമീറ്ററിൻ്റെ ഇടയ്ക്കാണ്. അതും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഇനി സസ്പെൻഷൻ്റെത് 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണ്. അത് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ അത് അനക്കാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ ലായനിയിൽ ആ സൊല്യൂട്ട് അടിഞ്ഞുകൂടില്ല. കൊളോയിഡിലും ആ കണികകൾ അടിഞ്ഞുകൂടില്ല. എന്നാൽ സസ്പെൻഷനിൽ എന്ത് ചെയ്യും? ആ കണികകൾ അടിഞ്ഞുകൂടുന്നുണ്ടാവും. ഫിൽട്രേഷൻ വഴി വേർതിരിക്കാൻ നോക്കിയാൽ യഥാർത്ഥ ലായനി നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയില്ല. കൊളോയിഡിനെയും നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ സസ്പെൻഷനെയോ നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ സാധിക്കും. ഓക്കെ. ഇനി പ്രകാശത്തിന്റെ പാത യഥാർത്ഥ ലായനിയിൽ ദൃശ്യമല്ല, കൊളോയിഡിൽ ദൃശ്യമാണ്. സസ്പെൻഷനിൽ എന്താ സംഭവിക്കുക? പ്രകാശം പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇൻ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് സോഡിയം തയോ സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും കൂടി നമ്മൾ റിയാക്ഷനിൽ ഏർപ്പെടുത്തുകയാണ്. ഏതിനെയൊക്കെ? സോഡിയം തയോ സൾഫേറ്റിനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും തമ്മിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? അവശിഷ്ടമായിട്ട്, അതായത് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് സൾഫറിനെ കിട്ടും. സോഡിയം തയോ സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് നമുക്ക് സൾഫറിനെ കിട്ടും. ആ സൾഫർ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഈ പ്രവർത്തനത്തിന് മുൻപ് സോഡിയം തയോ സൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും ജസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ലായനികളായിരുന്നു. ഓക്കെ. ഇനി
റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് സമയം കഴിയും തോറും കൂടുതൽ സൾഫറുകൾ ഉണ്ടാവുകയും ആ സൾഫർ അവിടെയുള്ള സൾഫറുമായിട്ട് കൂടിച്ചേർന്ന് വലിയ വലിയ കണികകളാവുകയും ചെയ്യും. അങ്ങനെ ലായനി എന്നുള്ളത് ട്രൂ സൊല്യൂഷൻ എന്നുള്ളത് എന്തായിട്ട് മാറും? കൊളോയിഡായിട്ട് മാറും. അങ്ങനെ കൊളോയിഡായിട്ട് മാറുമ്പോൾ അവയിൽ പ്രകാശപാത നമുക്ക് ദൃശ്യമാവുകയും ചെയ്യും. ഇനി കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ, കുറച്ചും കൂടി റിയാക്ഷൻ നടക്കുമ്പോൾ ആ സൾഫർ കണികകളുടെ വലിപ്പം കൂടി കൊളോയിഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? സസ്പെൻഷൻ എന്നായിട്ട് മാറുകയും ചെയ്യും. അപ്പം ജസ്റ്റ് ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ആദ്യം ട്രൂ സൊല്യൂഷൻ ആയിരുന്നു, പിന്നീട് അത് കൊളോയിഡായി, പിന്നീട് അത് സസ്പെൻഷനായി. ഏതൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ? സോഡിയം തയോസൾഫേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ. സൾഫറാണ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് വരിക. അത് ഇരിക്കും തോറും ആ വലിപ്പം, കണികകളുടെ വലിപ്പം കൂടി വന്നിട്ട് ട്രൂ സൊല്യൂഷൻ എന്തായിട്ട് മാറി? കൊളോയിഡായിട്ട് മാറി. ദെൻ കൊളോയിഡ് സസ്പെൻഷനായിട്ട് മാറി. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി സ്റ്റെബിലൈസേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ജ്യൂസും സോഫ്റ്റ് ഡ്രിങ്ക്സ് അതൊക്കെ ആക്ച്വലി കൊളോയിഡാണ്. ഓക്കെ, കൊളോയിഡിൽ എന്താണ് പ്രത്യേകത? നമ്മൾ ഈ കുറച്ച് സമയം ഇങ്ങനെ വച്ചിരുന്നാൽ അത് സെറ്റിൽ ഡൗൺ ചെയ്യില്ല എങ്കിലും ആ കണികകളുടെ വലിപ്പം കുറച്ച് കൂടുതലാണ്. നമ്മൾ ആ ജ്യൂസൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന്. എന്തുകൊണ്ടാണ്? സെറ്റിൽ ഡൗൺ ഇൻ കേസ് സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഇൻ കേസ് സെറ്റിൽ ഡൗൺ ചെയ്താൽ അതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷേക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കണികകൾ അടിയുന്നത് തടയാനായിട്ട് നമ്മളെ കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളെയാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഈ കണികകൾ അടിയുന്നത് തടയാനായിട്ട് കൃത്രിമ പാനീയങ്ങളിൽ, ജ്യൂസിലൊക്കെ ചേർക്കുന്ന രാസവസ്തുക്കളെയാണ് സ്റ്റെബിലൈസറുകൾ എന്ന് പറയുന്നത്. ആ സ്റ്റെബിലൈസറുകൾ ചേർക്കുന്നത് കൊണ്ടാണ് ജ്യൂസൊക്കെ നമ്മൾ എപ്പോൾ മേടിച്ച് എത്ര ദിവസം വെച്ചിരുന്നിട്ട് എടുത്താൽ കൂടിയും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അത് ആ പാർട്ടിക്കിൾസ്, കമ്പോണൻസ് അടിയുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിനകത്ത് എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? സ്റ്റെബിലൈസറുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആഡ് ചെയ്യുന്ന സ്റ്റെബിലൈസേഴ്സിന് എക്സാമ്പിളാണ് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടൈറേറ്റ്, ദെൻ ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. അപ്പോൾ സ്റ്റെബിലൈസറിന് എക്സാമ്പിളാണ് ഇവയെല്ലാം നമ്മൾ എന്തിൽ ആഡ് ചെയ്യുന്നതാണ്? കൃത്രിമ പാനീയങ്ങളിൽ ആഡ് ചെയ്യുന്ന രാസവസ്തുക്കളാണ് ഇവയെല്ലാം. എന്തിനാണ്? കണികകൾ അടിയുന്നത് തടയാനായിട്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ പറഞ്ഞു, ഇത് 3 നമ്മൾ പറഞ്ഞു. ഇനി അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതായത് ടാർട്രസിൻ എന്ന് പറയുന്ന രാസവസ്തു, അത് നമ്മൾ ഭക്ഷ്യപദാർത്ഥത്തിൽ ചേർക്കാറുണ്ട്. എന്തിനാണ് ചേർക്കുന്നത്? ആ ഭക്ഷ്യവസ്തുവിന് ഒരു മഞ്ഞ നിറം കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ടാർട്രസിൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ടാർട്രസിൻ എന്ന് പറയുന്ന രാസവസ്തു എന്തിനാണ് ആഡ് ചെയ്യുന്നത്? മഞ്ഞ നിറം, ഫുഡ് പ്രൊഡക്റ്റിന് മഞ്ഞ നിറം നൽകാൻ ആഡ് ചെയ്യുന്നതാണ് ടാർട്രസിൻ. ഇനി അതുപോലെ എറിത്രോസിൻ എന്തിനാണ്? അതും നമ്മൾ ഭക്ഷ്യപദാർത്ഥത്തിൽ ആഡ് ചെയ്യുന്നതാണ്. ചുവപ്പ് നിറം കിട്ടാനാണ് എറിത്രോസിൻ ആഡ് ചെയ്യുന്നത്. ഇനി വാനിലിൻ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? രുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വാനിലിൻ ആഡ് ചെയ്യുന്നത്. ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയത്തിൽ ചേർക്കുന്നതാണ്. പുളി രുചി കിട്ടാനായിട്ട് കൃത്രിമ പാനീയത്തിൽ ചേർക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. ഓർത്തു വെക്കണം കേട്ടോ, ഫോസ്ഫോറിക് ആസിഡ്. അടുത്തത് അലൈൽ ഹെക്സനോയേറ്റ് പൈനാപ്പിളിൻ്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ഫുഡ് പ്രൊഡക്റ്റിൽ ചേർക്കുന്നതാണ് അലൈൽ ഹെക്സനോയേറ്റ് എന്ന് പറയുന്ന രാസവസ്തു. അതെന്തിനാണ്? സുഗന്ധത്തിന്, പൈനാപ്പിളിൻ്റെ ആ ഒരു സുഗന്ധത്തിന് വേണ്ടിയിട്ടാണ് അലൈൽ ഹെക്സനോയേറ്റ് എന്ന് പറയുന്ന രാസവസ്തു ഭക്ഷ്യപദാർത്ഥത്തിൽ ചേർക്കുന്നത്. അപ്പം ഇത്രയും രാസവസ്തുക്കൾ ചേർക്കുന്നത് എന്തിനാണ്? അവയുടെ ഉപയോഗം എന്താണ് എന്നുള്ളത് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. സൊല്യൂഷൻസിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.